ഇറാനിലേക്കാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളിലായിട്ട് ഇറാനിൽ US അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ തുറമുഖ നഗരങ്ങളിൽ ഇപ്പോൾ ആശുപത്രികളിൽ വരെ അമേരിക്കയുടെ ആക്രമണം കടന്നെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ 35 പേര് കൊല്ലപ്പെടുകയും 300ഓളം പേർക്കാണ് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരികെ ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയിട്ടുള്ള ഇറാനും ആക്രമണം നടത്തുന്നുണ്ട്. UAEയുടെ 2 എണ്ണ ടാങ്കറുകൾ, അതേ കണക്കിന് കുവൈത്തിൻ്റെ നാവിക കപ്പൽ, ഇതെല്ലാം ഇറാനും ആക്രമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ട്രംപ് പഴയതുപോലെ തന്നെ ഇറാനാണ് ഇപ്പോഴുള്ള ഈ ആക്രമണം തുടങ്ങി വെച്ചെന്നുള്ള പതിവ് പല്ലവി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി കൂടുതൽ ചർച്ചകൾക്ക് അല്ലെങ്കിൽ അടുത്ത ചർച്ചകൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇറാൻ്റെ പ്രധാനപ്പെട്ട പാലങ്ങളും നഗരങ്ങളും ഊർജ്ജ പ്ലാന്റുകളൊക്കെ ലക്ഷ്യമിട്ടിട്ടുള്ള അടുത്ത ആക്രമണം ഉണ്ടാകുമെന്ന് കൂടിയിട്ട് ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. നിലവിൽ ഹോർമുസ് അടഞ്ഞു കിടക്കുകയാണ്. ഇറാൻ മൊത്തത്തിൽ പുറത്തേക്കുള്ള എല്ലാ വിധത്തിലുള്ള ഊർജ്ജ വിതരണവും നിർത്തിവെക്കുമെന്നൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ അടുത്ത്. ദാവൂദ് സാഹിബ്, ഇപ്പോൾ നടക്കുന്ന ഈ കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് കൂടിയിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഇതുവഴിയുള്ള തുറമുഖം വഴിയിട്ടുള്ള ഹോർമുസ് വഴിയിട്ടുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന്. അതിൽ നിന്നുള്ളൊരു താൽക്കാലിക മോചനം വന്നു എന്ന് കരുതിയിരിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും അടുത്തൊരു അറ്റാക്ക് വരുന്നു, വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു നിലയിലേക്കാണോ? അല്ല, അതിൽ ശ്രീകേഷ്, നമ്മൾ ഫെബ്രുവരി 28-നാണല്ലോ ഈ സംഭവങ്ങളുടെ തുടക്കം. ഫെബ്രുവരി 28-ന് ടെഹ്റാനിൽ ഇസ്രായേലും അമേരിക്കയും കൂടി വലിയ ഈ ബോംബാർഡ്മെൻറ്റ് നടത്തുന്നു. അന്ന് മുതൽ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് ഈ വേദിയിൽ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മൾ പൊതുവായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്ര എളുപ്പം അവസാനിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. മിഡിൽ ഈസ്റ്റ് ലോക രാഷ്ട്രീയത്തിൽ പൊതുവേ മിഡിൽ ഈസ്റ്റിൽ വിശേഷിച്ചും സംഘർഷങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അത് ചിലപ്പോൾ കെട്ടടങ്ങും, പക്ഷേ വീണ്ടും ഉണ്ടാവും. അത് അവസാനിക്കാൻ പോകുന്നൊരു സംഗതിയല്ല. അത് നിലനിൽക്കുന്നതിൻ്റെ ആ സംഘർഷത്തിൻ്റെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവിടെ നിലനിൽക്കുന്നു. ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തിന് അധിനിവേശം നിലനിൽക്കുന്നു. അതുള്ള കാലത്തോളം ഏതെങ്കിലും നിലക്കുള്ള സംഘർഷങ്ങൾ, ആക്രമണങ്ങൾ, സ്ഫോടനങ്ങൾ, യുദ്ധങ്ങൾ അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഇറാനുമായുള്ള ഫെബ്രുവരി 28-ന് ശേഷം തുടങ്ങിയുള്ള യുദ്ധം അത് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. സീസ് ഫയർ ടോക്സ് നടക്കുന്നു, വിയന്നയിൽ ടോക്സ് നടക്കുന്നു, ഒരു സീസ് ഫയർ അഗ്രിമെൻറ്റിലേക്ക് എത്തുന്നു. ഫൈൻ. പക്ഷേ എന്ന് വെച്ചാൽ യുദ്ധം അവസാനിക്കുന്നു എന്നുള്ളതല്ല. അത് ഒരു താൽക്കാലിക വിരാമമാണ്. വേറെന്തെങ്കിലും നിലക്കത് വേറെന്തെങ്കിലും വഴിയിലൂടെ ചിലപ്പോൾ മറ്റൊരു സംഘർഷമായിട്ട് തിരിച്ചു വരും. ദ കോർ ഇഷ്യൂ എന്ന് പറയുന്നത് ഈസ് ദ പ്രസൻസ് ഓഫ് ഇസ്രായേൽ ആൻഡ് ദ ഓക്യുപ്പേഷൻ ഓഫ് പാലസ്റ്റൈൻ. ഇതിനകത്ത് ഒരു വയബിൾ ജസ്റ്റ് സൊല്യൂഷൻ ഇല്ലാത്ത കാലത്തോളം ഇത്തരം സംഗതികളിലൂടെ ലോകം കടന്നു പോകും. അതൊരു ഫാക്റ്റാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നടന്നു നിൽക്കുന്ന എന്താണ്? ഇപ്പോൾ ഇവർ സീസ് ഫയർ ടോക്ക് ഉണ്ടായി, യുദ്ധവിരാമം പ്രഖ്യാപിക്കുന്നു, ഹോർമസ് ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും ആക്രമണം നടക്കുന്നു. ആരാണത്? എന്താണ് ഇതിൻ്റെ പിറകിൽ? എന്താണ്? പ്രസിഡന്റ് ഇന്ന് പറഞ്ഞതല്ല, പ്രസിഡന്റ് ട്രംപ് ഇന്ന് പറഞ്ഞതല്ല, അടുത്ത സെക്കൻഡിൽ പറയും. അടുത്ത ദിവസമല്ല, അടുത്ത സെക്കൻഡിൽ അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ പറയും. ഈ മുമ്പ് പറഞ്ഞത് മോസ്റ്റ് ഇമ്പൾസീവ് ക്രിയേച്ചർ ഇൻ ദ പ്ലാനറ്റ് എന്ന് പറയാവുന്നൊരു മനുഷ്യനാണ് ലോകത്തെ ഏറ്റവും സൂപ്പർ പവർ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്നത്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഇത് ട്രംപ് ഭരണകൂടം യുദ്ധവിരാമം ആഗ്രഹിച്ചാലും യഥാർത്ഥത്തിൽ നമുക്കറിയാം അമേരിക്ക യുദ്ധത്തിൻ്റെ ഭാഗമായത് അമേരിക്കയുടെ ഇഷ്ടപ്രകാരമല്ല, അമേരിക്ക തീരുമാനിച്ചിട്ടല്ല. ഇസ്രായേലി ലോബിയുടെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യുദ്ധവിരാമത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് JD വാൻസാണ് ഈ യുദ്ധവിരാമ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം നേരത്തെ തന്നെ യുദ്ധത്തിനെതിരാണ്. പാകിസ്ഥാൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥത ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് ദിവസം പോകുമ്പോഴേക്ക് വീണ്ടും പഴയപടി ആകുകയാണ്, സംഘർഷം കനക്കുകയാണ്, ഹോർമുസ് അടക്കുകയാണ്, ബഹ്റൈനിലും കുവൈറ്റിലൊക്കെ ആക്രമണം, ഇറാൻ തിരിച്ചടിക്കുന്നു, അമേരിക്കൻ ബേസ് ആക്രമിക്കുന്നു. ഇന്നിപ്പോൾ ഇത് വരുന്നതിന് കുറച്ച് മുമ്പ് JD വാൻസിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹമായിട്ട് ഈ അമേരിക്കൻ പോഡ്കാസ്റ്ററായിട്ട് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വളരെ ഇതിനെ സീസ് ഫയറിനെ ഇല്ലാതാക്കാൻ വേണ്ടി, തകർക്കാൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ചില എക്സ്റ്റേണൽ ഇൻ്റർഫിയറൻസ് അതിനകത്ത് നടക്കുന്നു. ഇത്രയും സ്പെസിഫിക്കായിട്ട് അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല. ഓഫ് കോഴ്സ് നേരത്തെയൊക്കെ ഇംപ്ലിസിറ്റായിട്ട് യുദ്ധത്തിനെതിരായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ വളരെ സ്പെസിഫിക്കായിട്ട് ചില ആളുകൾ പണം കൊടുത്ത് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ചില ക്യാമ്പയിനുകൾ നടത്തുന്നു. എനിക്കെതിരെ വ്യക്തിപരമായ ക്യാമ്പയിൻ നടത്തുന്നു. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഗോ ടു ദ ഹെൽ. ഞാൻ പറയാണ്, ഇത്രയും മാരകമായ ഭാഷയിൽ ഒരു വൈസ് പ്രസിഡന്റ് സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല, അതും ഈ വിഷയത്തിൽ.
അപ്പോൾ എല്ലാ കാലവും യുദ്ധത്തിലൂടെ പോവുക, എല്ലാം യുദ്ധത്തിലൂടെ തന്നെ തീർക്കുക, അങ്ങനെ ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല. കോൺഫ്ലിക്റ്റ് അല്ല, ടോക്സാണ് വേണ്ടത്. നമുക്ക് 2 ലക്ഷ്യങ്ങളാണത്. ആ 2 ലക്ഷ്യങ്ങൾ എന്താണ്? ഇറാൻ യുദ്ധത്തിൽ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് നേടാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതേസമയം എല്ലാം യുദ്ധത്തിലൂടെ നേടിയെടുക്കാൻ പറ്റില്ല. ഹോർമുസിലൂടെ ഗ്യാസിൻ്റെയും ഓയിലിൻ്റെയും ശരിയായ സഞ്ചാരം, ചരക്കു നീക്കം നടക്കുക, അതും നമ്മുടെ ലക്ഷ്യമാണ്, അതും നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് certain elements within the foreign elements, അതാണ് ഫോറിൻ എലമെൻറ്റ്സ് എനിക്കെതിരെ ക്യാമ്പയിൻ നടത്തും. ഞാൻ ഖത്തറിൻ്റെ ആളാണെന്ന് പ്രചരിപ്പിക്കുന്നു. ഖത്തറിനാൽ സ്വാധീനിക്കപ്പെട്ട ആളാണ് ഞാനെന്ന് പ്രചരിപ്പിക്കുന്നു. ടക്കർ കാൾസനാണ് എൻ്റെ മാസ്റ്റർ എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നു. ടക്കർ കാൾസൺ നമുക്കറിയാം, ഈ വിഷയത്തിലെടുത്തുള്ള നിലപാടുകൾ അറിയാം. അപ്പോൾ ടക്കർ കാൾസനാണ് എൻ്റെ മാസ്റ്റർ എന്ന് പ്രചരിപ്പിക്കുന്നു. ഞാൻ ഖത്തറിനാൽ സ്വാധീനിക്കപ്പെട്ടതെന്ന് പ്രചരിപ്പിക്കുന്നു. പല ആളുകളെയും, പോളിസി മേക്കേഴ്സിനെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയും ഉപയോഗിച്ചിട്ട് ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അവരോട് എനിക്ക് പറയാനുള്ളത് ഗോ ടു ഹെൽ എന്നുള്ളതാണ്. അമേരിക്കയെക്കുറിച്ച് ഞാൻ പറയുന്നു, അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഫസ്റ്റ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പോളിസി. ഇതെന്താണ് കാണിക്കുന്നത്? അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡിവൈഡഡ് ആണെന്നുള്ളത് തന്നെയാണ്, ഈ വിഷയത്തിൽ ഡിവൈഡഡ് ആണെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അവരുടെ പൊസിഷനെയും മറികടന്ന് ഇവിടെ ബോംബ് പൊട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ കമാൻഡ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ചോദ്യം വളരെ ഗൗരവത്തിൽ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും കൂടി, ഈ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിനെയോ ഇറാനെയോ ഒന്നും ആയിരിക്കില്ല, അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ആയിരിക്കും. അതിനകത്തുള്ള ഡിവിഷനായിരിക്കും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത് ഇത് നമുക്ക് വൻ ബാധ്യതയാണ്. ഇത് ലോകത്തിന് ബാധ്യതയാണ്. ലോകത്ത് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി. നമ്മൾക്ക് തന്നെ ബാധ്യതയാണ്. നമ്മൾക്കിടയിൽ ഡിവിഷൻ ഉണ്ടാക്കി നമ്മളെ പുലർത്താൻ ശ്രമിക്കുന്ന ഒരു സംഘമാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് അവർ വരികയും ഇതിൽ നിന്ന് അസെപ്റ്റീവായിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഈ പണിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് മാറിപ്പോരുകയും ചെയ്യാത്തിടത്തോളം കാലം ഇത് അവസാനിക്കില്ല. പക്ഷെ അങ്ങനെ അമേരിക്ക ഇസ്രായേലിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ഡിപ്പാർച്ചർ അമേരിക്ക എടുക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്രായേൽ ഇല്ലാതാവുക എന്നുള്ള കൂടിയായിരിക്കും. അജിംസ്, ഇപ്പോൾ ഇന്ത്യ കൂടിയിട്ട് കപ്പൽ കമ്പനികൾക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോർമുസ് വഴി പോകുന്ന കപ്പലുകളിൽ നിന്ന് ഇന്ത്യൻ നാവികരെ ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം കൂടിയിട്ട് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു എത്രത്തോളം ഇതിൻ്റെ ഒരു ആശങ്ക ഉണ്ട് എന്നുള്ള കൂടിയിട്ടല്ലേ കാണും? തീർച്ചയായിട്ടും അത് എസ്കലേറ്റ് ചെയ്യുമെന്നുള്ള ആശങ്ക കൊണ്ടാണ്. ഇതുവരെ അങ്ങനെ ഇന്ത്യ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. അപ്പം മാരിടൈം നാവിഗേഷനുള്ള അതോറിറ്റിയാണ് ആ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. കാരണം ഇറാൻ ഏതറ്റം വരെയും പോകും കപ്പലുകളെ ആക്രമിക്കാൻ എന്നുള്ളത് ഇന്ത്യക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ കപ്പലാണ്, സൂര്യരാഷ്ട്രമാണ്, ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് കരുതി അത് വിട്ടുകളയില്ല ഇറാൻ എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അത് ഇന്ത്യൻ നാവിക. കാരണം ഇതിനു മുമ്പ് കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അത് അമേരിക്കയാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2 ഭാഗത്തുനിന്ന് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യൻ നാവികർ മരിച്ചാൽ അത് ആഭ്യന്തരമായിട്ട് മോദി സർക്കാരിന് വലിയ തോതിലുള്ള ചീത്തപ്പേരുണ്ടാക്കും. അതുകൊണ്ടാണ് ശക്തമായ നടപടി സ്വീകരിക്കുന്നത്. ഞാനിന്ന് ഈ JD വാൻസിൻ്റെ പോഡ്കാസ്റ്റ് അത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി യഥാർത്ഥത്തിൽ. അതിനൊരു കാരണം, എന്തിനാണ് ഇപ്പോൾ ഇസ്രായേലുമായിട്ട് അമേരിക്കയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡെമോക്രാറ്റുകളെ സംബന്ധിച്ച് ഡെമോക്രാറ്റുകൾ ഇവർ സഹിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ആ സഹിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുകയാണ്, ലോബിയിങ് വഴി പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്ത് ഡെമോക്രാറ്റുകളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഘട്ടത്തിൽ പോലും. അപ്പോൾ ഒബാമയുടെ കാലത്ത് ഒബാമ ഇപ്പോൾ 2 നേഷൻ തിയറിയെ കൊണ്ടുവരുന്നു, അതിനുള്ള ചർച്ചകളായിട്ട് മുന്നോട്ട് പോകുന്നു. ട്രംപ് ഒന്ന് പിന്നീട് അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരമ്പരാഗതമായി റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് പൊതുവെ കുറേ കൂടി പ്രോ ഇസ്രായേൽ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വിദേശ നയം റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഈ തവണ എന്താണ് ട്രംപിൻ്റെ 2ാം വരവിൽ ഉണ്ടാകുന്ന പ്രശ്നം, റിപ്പബ്ലിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മുഴുവനായും ഇസ്രായേൽ വിരുദ്ധരായി മാറുകയാണ്. ഒന്ന്, ട്രംപിൻ്റെ ക്യാമ്പ് ഇസ്രായേൽ വിരുദ്ധരാകുന്നു, റിപ്പബ്ലിക്കന്മാർ സംശയാലുക്കളാവുന്നു. ഇത് പണിയാണ് എന്ന കാര്യത്തിൽ അവർക്ക് സംശയം വരുന്നു. അപ്പോൾ ഈ JD വാൻസ് ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് വിളിച്ചിട്ട് ഇത് പറയേണ്ട കാര്യം എന്താണ്? ഇതിനു മുമ്പ് ട്രംപ് എത്രയോ തവണ അതിനെ അവന് ഫോണിൽ വിളിച്ച് ചീത്ത വിളിച്ചിട്ടുണ്ട്. JD വാൻസ് ഇത് പറയുന്നത് അമേരിക്കൻ ജനതയോടാണ്. ഞാൻ ഇവരുടെ ആളല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ. അതായത് ടക്കർ കാൾസൺ ഉൾപ്പെടെയുള്ള ഈ മാഗ ക്യാമ്പിൻ്റെ പ്രചാരണം വലിയ തോതിൽ അമേരിക്കൻ ജനതയെ സ്വാധീനിക്കുന്നു. ഇതൊരു വേതാളത്തെ പോലെ ഈ രാജ്യത്തെ അമേരിക്ക ചുമക്കുകയാണ് എന്ന തോന്നൽ റിപ്പബ്ലിക്കന്മാർക്കിടയിലും മാഗ ക്യാമ്പിലും 60% ആളുകൾ ഇസ്രായേൽ ഒരു ബാധ്യതയാണ് എന്നാണ് പുതിയ സർവേകളിൽ പറയുന്നത് അമേരിക്കൻ. അപ്പോൾ ഇനിയിപ്പോൾ നവംബറിൽ മിഡ് ടൈം വരാൻ പോവാണ്. അപ്പോൾ JD വാൻസിനും ട്രംപ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ട്രംപ് പറയുകയാണ് ഇസ്രായേൽ ശരിയല്ല എന്ന് പറഞ്ഞാൽ ആൾ വിശ്വസിക്കില്ല. പക്ഷേ JD വാൻസ് പറഞ്ഞാൽ ആളുകൾക്കത് മനസ്സിലാവും. ഇവന്മാർ നമുക്ക് ബാധ്യതയാണ് എന്ന് വൈസ് പ്രസിഡന്റ് പറയുകയാണ്. അതൊരു പോഡ്കാസ്റ്റിലൂടെ സാധാരണ ഇത്തരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്താണ് ചെയ്യുക? ഇവർ ഫോണിലൂടെ തന്നെയാവും നിങ്ങളെ ലോകം വെറുക്കുന്നു എന്നൊക്കെയാണ് ട്രംപ് പറയാറുള്ളത്. അത് തന്നെ വൈറ്റ് ഹൗസ് ലീക്ക് ചെയ്ത് വിടും. ഇങ്ങനെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് മാധ്യമങ്ങൾക്ക് ലീക്ക് ചെയ്ത് വിടും. ഇതങ്ങനെയല്ല, ഒരു പോഡ്കാസ്റ്റിൽ ഡയറക്റ്റായിട്ട് പറയുകയാണ്
ഇത് യഥാർത്ഥത്തിൽ അവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. കാരണം വരാൻ പോകുന്ന ഇലക്ഷനിൽ വലിയ തിരിച്ചടി ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രായേലിനെ കൈയൊഴിഞ്ഞുകൊണ്ടായിരിക്കും ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുക എന്നാണ്. കാരണം അത്രമാത്രം പ്രഷർ, പബ്ലിക് പ്രഷർ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ പേരിൽ ഇറാൻ യുദ്ധത്തിൻ്റെ കാര്യത്തിലുണ്ട്. ഫലസ്തീൻ്റെ കാര്യത്തിൽ അതുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഗസയുടെ കാര്യത്തിലുണ്ടെന്ന് പറയുന്നില്ല. ഇറാൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അത്രമാത്രം പ്രഷർ അമേരിക്കൻ ഭരണകൂടത്തിന് മുമ്പിലുണ്ട്. അത് ആ പ്രഷർ ലീക്ക് ചെയ്ത് വിടുവാണ് ഇന്ന് JD വാൻസ് ചെയ്തത്.